മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ചടങ്ങിനെ മോശമാക്കി മാറ്റി. മലപ്പുറം പൊന്മുണ്ടം ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രോഗ്രാം നോട്ടീസിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുഖ്യ അതിഥിയാക്കിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു വാക്കേറ്റവും കയ്യാങ്കളിയും അരങ്ങേറിയത്. ഉദ്ഘാടന ചടങ്ങിന്റെ നോട്ടീസിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുഖ്യ അതിഥിയാക്കിയതാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരോപണവുമായി രംഗത്ത് വരാൻ ഇടയാക്കിയത്. ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്നായിരുന്നു ലീഗിന്റെ ആരോപണം. എന്നാൽ പ്രോട്ടോകോൾ ലംഘനമല്ല എന്ന് മന്ത്രിയും പ്രതികരിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായ ചിന്തയാണ് ഉണ്ടാവേണ്ടതെന്നും ചെറിയ കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ പോരടിക്കുന്നത് ശരിയല്ല എന്നുമായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിലപാട്. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. നേരത്തെ തയ്യാറാക്കിയ നോട്ടീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ അതിഥിയായിരുന്നു. ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ബഹളം ആരംഭിച്ചു. വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടു. കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് കണ്ടതോടെയാണ് പ്രസിഡന്റിനോട് സ്വാഗതം പറയാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. തുടർന്ന് ചടങ്ങ് ആരംഭിക്കുകയായിരുന്നു. മന്ത്രി വീണ ജോർജാണ് ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത്. ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ കുണ്ടിൽ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഹന്ന യാസിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സൽമത്ത്, ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി കെ ഉമർ ഹാജി, ടി നിയാസ്, സൈനുദ്ദീൻ, നിതിൻ ദാസ്, കെ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്തു. മലബാർ ടൈംസ്, താനൂർ.